അടുത്ത മാസം നടക്കുന്ന നിയമസഭാ ഇലക്ഷനുള്ള CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ പ്രതീക്ഷിച്ച പല മുഖങ്ങളും ഇല്ല എന്നത് ശ്രദ്ധേയമാണ്. ഏറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ മുതൽ നിലവിലെ സ്പീക്കർ AN ഷംസീർ വരെ ആ ലിസ്റ്റിൽ ഇടം നേടിയിട്ടില്ല. സഖാവ് VS അച്യുതാനന്ദൻ ഏറെക്കാലം പ്രതിനിധീകരിച്ച മലമ്പുഴയിൽ അദ്ദേഹത്തിന്റെ മകൻ അരുൺകുമാറിനെ മത്സരിപ്പിക്കും എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. VS എന്ന വികാരം വോട്ടാക്കി മാറ്റാൻ ഇത് സഹായിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടലുകൾ. എന്നാൽ പാർട്ടിയുടെ തീരുമാനം അത് ആയിരുന്നില്ല. സ്പീക്കർ ഷംസീറിനെ ഒഴിവാക്കിയത് 2 ടേം വ്യവസ്ഥയുടെ പേരിലാണെങ്കിലും ഒരു വിട്ടുവീഴ്ച ആകാമായിരുന്നു എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. ഉറച്ച സീറ്റുകളിൽ പലതിലും ഈ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകിയപ്പോഴും ഷംസീറിന്റെ കാര്യത്തിൽ അത് ഉണ്ടായില്ല. അന്തരിച്ച മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിൽ നിന്നുള്ളവർക്കും ഇത്തവണ സീറ്റ് നൽകിയിട്ടില്ല. ഇതുവരെയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ഏറ്റവും മികച്ച ഒരു നീക്കമായി തോന്നിയത് ആലുവയിൽ സഖാവ് AM ആരിഫിനെ കൊണ്ടുവരുന്നതാണ്. കുറെ കാലത്തിന് ശേഷം ആലുവ എന്ന മണ്ഡലത്തിൽ ഒരു ശക്തമായ മത്സരം നടക്കാൻ പോകുന്നു. കടുത്ത കോൺഗ്രസ് അനുഭവമുള്ള മണ്ഡലമാണ് ആലുവ. K മുഹമ്മദ് അലി പതിറ്റാണ്ടുകൾ കുത്തയാക്കി വച്ച പിന്നീട് അൻവർ സാദത്ത് അടക്കി വാഴുന്ന ആലുവയിൽ 2006-ൽ മാത്രമാണ് CPM-ന്റെ AM യൂസഫ് വിജയിക്കുന്നത്. ആലുവയുടെ അവസ്ഥ അത്രയ്ക്ക് നല്ലതൊന്നുമല്ല ഇപ്പോഴും. പണ്ട് മുതലേ കേരളത്തിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ആലുവയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അവസ്ഥ ശോചനീയമാണ്. വർഷങ്ങളായി മാറ്റമില്ലാതെ നിൽക്കുന്ന കേരളത്തിലെ നഗരം ആലുവ മാത്രമായിരിക്കും. തങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും വിജയിക്കുമെന്ന് കോൺഗ്രസിന് 100% ഉറപ്പുള്ളൊരു മണ്ഡലമായിരുന്നു ആലുവ. കല്യാണം, മരണം, കടകളുടെയോ മറ്റോ ഉദ്ഘാടനമൊക്കെയാണ് അവിടുത്തെ MLA-മാരുടെ സാന്നിധ്യം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ. 15 വർഷമായി ആലുവയിൽ MLA ആയ അൻവർ സാദത്ത് ഇത്തവണ ഇലക്ഷനിൽ കാര്യമായി പണിയെടുക്കേണ്ടി വരും എന്നത് ഉറപ്പാണ്. ആലുവക്കാർക്കുള്ള അതൃപ്തി മനസ്സിലാക്കിയ പോലെയാണ് ഇടതുമുന്നണി അവിടേക്കിപ്പോൾ ആരിഫിനെ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ അൻവർ സാദത്തിനെതിരെ ഇടതുമുന്നണി നിർത്തിയത് തീർത്തും ദുർബലയായ സ്ഥാനാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടത് തരംഗത്തിന്റെ ഇടയിലും അൻവർ സാദത്ത് വലിയ പരിക്കുകളൊന്നുമില്ലാതെ നിയമസഭയിലേക്ക് 3ാമതും എത്തി. പക്ഷേ ഇത്തവണ മത്സരം കടുപ്പമുള്ളതായിരിക്കും. ആരിഫിന്റെ വരവോടെ ഈസി വാക്കുവർ കിട്ടുന്ന മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽ നിന്നും ആലുവയുടെ പേര് വെട്ടിമാറ്റുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM വെട്ടിനിരത്തലുകൾ നടത്തുമ്പോഴും പാർട്ടിക്ക് ആശ്വാസമായി മാറുന്നത് പ്രതിപക്ഷത്തെ തമ്മിലടിയും അനിശ്ചിതത്വവുമാണ്. സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഗ്രൂപ്പ് വഴക്കുകളും കോൺഗ്രസിൽ ഈ നിമിഷം വരെ അവസാനിച്ചിട്ടില്ല. 10 വർഷം ഒരേ മുന്നണി ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതാണ് സത്യം. കൃത്യമായ നീക്കങ്ങളോടെ ഭരണവിരുദ്ധ വികാരം മറികടക്കാനാണ് CPM ശ്രമിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ ഇലക്ഷൻ പോരാട്ടത്തിൽ മുൻകൈ നേടിയിരിക്കുന്നതും ഇടതുപക്ഷമാണ്.